ഇടുക്കി ജില്ലയിൽ LDF ഹർത്താൽ പുരോഗമിക്കുകയാണ്. സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സനോജ്, ഇടുക്കി ജില്ലയിലെ ഹർത്താലിന്റെ പൂർണ്ണ വിവരങ്ങൾ, ഒപ്പം ഗവർണർക്കെതിരെ, ചാൻസലർക്കെതിരെ SFI DYFI നടത്തുന്ന ജില്ലയിലെ വിവിധയിടങ്ങളിലെ പ്രതിഷേധ പരിപാടികളുടെയും സമഗ്ര വിവരങ്ങൾ. ഇടുക്കി ജില്ലയിൽ LDF പ്രഖ്യാപിച്ച ഹർത്താൽ പാതി പിന്നിടുമ്പോൾ ഈ ഹർത്താൽ പൂർണ്ണമായും വിജയിച്ചു എന്ന് വേണം വിലയിരുത്താൻ. കാരണം കടകമ്പോളങ്ങൾ ജില്ലയിലുടനീളം അടഞ്ഞുകിടക്കുകയാണ്. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയിട്ടുള്ളത്. ഒറ്റപ്പെട്ട ടാക്സി വാഹനങ്ങൾ മാത്രമേ സർവീസ് നടത്തിയിട്ടുള്ളൂ. ഈ നാട് ഈ ഹർത്താലിനോട് ഐക്യദാർഢ്യപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരം. എന്തായാലും ഈ പരിപാടി, ഈ നാടിൻ്റെ പ്രതിഷേധം വകവയ്ക്കാതെ കടന്നു വന്ന ഗവർണർക്ക് വഴിയിലുടനീളം പ്രതിഷേധത്തിൻ്റെ ചൂട് അറിയേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത. ഈ ആലുവയിൽ നിന്നും രാവിലെ 10 മണിയോടുകൂടി ആലുവ ഗസ്റ്റ് ഹൗസിൽ നിന്നും യാത്ര തിരിച്ച് ഇടുക്കി ജില്ലയുടെ അതിർത്തിയായ തൊടുപുഴയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ SFI പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കരിങ്കൊടി കാണിച്ചു. പിന്നീട് 4 ഇടങ്ങളിൽ കൂടി കരിങ്കൊടി പ്രയോഗമുണ്ടായി. അതിനുശേഷമാണ് അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയത്. പിന്നീട് വ്യാപാര വ്യവസായ ഏകോപന സമിതി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിച്ചതിന് ശേഷം അദ്ദേഹം മടങ്ങി. ഏകദേശം അരമണിക്കൂറോളമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നീണ്ടുനിന്നത്. പിന്നീട് പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങി അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം മുൻപോട്ട് പോകുമ്പോൾ ഹാളിൻ്റെ പുറത്തു നിന്ന് അദ്ദേഹത്തെ കൈ ഉയർത്തി കാണിച്ച പ്രവർത്തകരെ അദ്ദേഹം സ്വന്തം വാഹനത്തിൽ നിന്നും ഇറങ്ങി റോഡിലൂടെ നടന്ന് മറുകരയിലെത്തി അവരുടെ അടുത്തേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് അദ്ദേഹത്തിൻ്റെ പ്രോട്ടോക്കോൾ ലംഘനമാണ്. മുൻപും ഇദ്ദേഹം സമാനമായ രീതിയിൽ പ്രോട്ടോക്കോൾ ലംഘനം നടത്തിയിട്ടുണ്ട്. പ്രോട്ടോക്കോൾ തന്നെ ബാധിക്കുന്നതേ അല്ല എന്ന ഒരു സമീപനമാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഗവർണറുടെ ഭാഗത്തു നിന്നും പലപ്പോഴും ഉണ്ടാവാറുള്ളത്. അതിനുശേഷം അദ്ദേഹം റെസ്റ്റ് ഹൗസിലേക്ക് മടങ്ങുകയായിരുന്നു. അവിടെ നിന്നും പോകുമ്പോൾ വഴിയിലുടനീളം DYFI പ്രവർത്തകർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കരിങ്കൊടി പ്രയോഗം നടത്തി. പിന്നീട് തൊടുപുഴ നഗരത്തിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്തിന് സമീപമായി DYFI പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അതിനുശേഷം ഗസ്റ്റ് ഹൗസിൽ നിന്നും മടങ്ങി പോകാൻ ശ്രമിക്കുന്നതിനിടയിൽ SFI പ്രവർത്തകർ അദ്ദേഹത്തെ വീണ്ടും കരിങ്കൊടി കാണിച്ചു. പിന്നീട് മുൻപോട്ട് നീങ്ങുന്നതിന് സമീപം തൊടുപുഴ സിഗ്നൽ പോയിന്റിന് സമീപത്തായിട്ട് വീണ്ടും DYFI പ്രവർത്തകരുടെ കരിങ്കൊടി പ്രയോഗമുണ്ടായി. അങ്ങനെ ഒന്നിലേറെ ഇടങ്ങളിൽ വന്നപ്പോഴും പോയ വഴിക്കുമൊക്കെ കരിങ്കൊടി പ്രതിഷേധത്തിൻ്റെ ചൂട് അറിഞ്ഞാണ് ആരിഫ് മുഹമ്മദ് ഖാന് മടങ്ങിപ്പോകാൻ കഴിഞ്ഞത്. എന്തായാലും ജില്ലയിൽ LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്നു. ഈ സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ നാട് ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കാരണം ആരും ബലപ്രയോഗത്തിലൂടെ കടകൾ അടപ്പിക്കുകയോ അല്ലെങ്കിൽ വാഹനങ്ങൾ തടയുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതെ തന്നെ ഈ നാട് ഈ സമരത്തോട് ഐക്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ സാമുദായിക മുതലെടുപ്പിന് വേണ്ടിയുള്ള ശ്രമമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഈ കാര്യത്തിൽ ഉണ്ടായത്. ഇടുക്കിയുടെ MP ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കിയത് ശബരിമല തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് LDF ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചത് എന്നായിരുന്നു ഡീൻ കുര്യാക്കോസിൻ്റെ പ്രഖ്യാപനം. എന്നാൽ ശബരിമല തീർത്ഥാടകർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത തരത്തിലാണ് ഹർത്താൽ മുന്നോട്ട് നീങ്ങുന്നത്. ഇടുക്കി ജില്ലയിലെ കുമളിയിൽ, പ്രത്യേകിച്ച് കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ അതിർത്തിയായിട്ടുള്ള കുമളിയിലൂടെയാണ് തമിഴ്നാട്ടിൽ നിന്നും നിരവധി തീർത്ഥാടകർ ശബരിമല ദർശനത്തിനായി കടന്നു വരുന്നത്. എന്നാൽ തീർത്ഥാടക വാഹനത്തിന് യാതൊരു തടസ്സവും കൂടാതെ മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഹർത്താൽ വളരെ സമാധാനപരമായ രീതിയിൽ ജില്ലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിനിഷ, ശരി. ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പുവെക്കാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണം ഇടുക്കി ജില്ലയിൽ. ഒപ്പം ഗവർണർ ഇടുക്കി ജില്ലയിൽ എത്തിയപ്പോൾ വിവിധ ഇടങ്ങളിൽ കരിങ്കൊടി പ്രതിഷേധവുമായി SFI DYFI പ്രവർത്തകർ. സമഗ്ര വിശദാംശങ്ങളാണ് സനോജ് സുരേന്ദ്രൻ ഇടുക്കിയിൽ നിന്ന് നൽകിയത്.